ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല ഞായറാഴ്ച പകലിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലും ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം നിങ്ങളോട് മുൻപിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മെ വീണ്ടെടുത്ത ദൈവം, നമ്മെ വിടുവിച്ച ദൈവം നമ്മെ ഇത്രത്തോളം ക്ഷേമമായി കാത്ത് പരിപാലിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം നമുക്ക് നോക്കാം. എൻ്റെ 7th വേർഡ് അതിലെടുക്കാവോ? എൻ്റെ 7-ാം വാക്യം, അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണ്. ആമേൻ. ഇന്ന് പകലിൽ എന്നെ കർത്താവ് എല്ലാ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ഒന്ന് ദൈവത്തെ ഒന്ന് നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകലിലും ദൈവം നമ്മെ എല്ലാ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് യാതൊരു കഷ്ടമില്ലാതെ പോകുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞതാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാലും നിങ്ങൾ ധൈര്യവീൻ, ഈ ലോകത്തെ ജയിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ആമേൻ. നമ്മളോട് കൂടെയുള്ള കർത്താവിനെ നാം മറക്കരുത്. ഇന്ന് ഞാൻ ദൈവവചനം നിങ്ങളോട് ചിന്തിപ്പാനും നിങ്ങളോടൊപ്പം ചേർന്ന് ഇന്നത്തെ ദൈവവചനം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ലേഖനമാണ്. അതും ഈ വാക്യം എല്ലാവർക്കും കാണാപ്പാഠം അറിയുന്ന ഒരു വാക്യമാണ്. പലപ്പോഴും ഈ വാക്യം പറഞ്ഞ് നമ്മെ തന്നെ നാം ബലപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണ്. റോമാലേഖനം 8-31 വാക്യം. ദ എപ്പിസ്റ്റൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 31. ആമേൻ. റോമാലേഖനം 8-31 വാക്യം ആരെങ്കിലും ഒന്ന് എടുത്തവർ വായിക്കാവോ? റോമാലേഖനം 8-31. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? കണ്ണുകളടയ്ക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. സ്വർഗസ്ഥനായ നല്ല ദൈവമേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലും കർത്താവേ, നീ നല്ലവൻ, വല്ലവൻ, നീ ഞങ്ങൾക്ക് വേണ്ടി ഏകനായി മഹാ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവായിരിക്കുന്നതോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവാക്യം നിൻ്റെ മുൻപായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ സന്നിധി ബോധം ഞങ്ങൾക്ക് വരുത്തണം. ഇതിൽ നിന്ന് നീ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ ഞങ്ങളോട് സംസാരിക്കണം. എൻ്റെ കരങ്ങളിൽ താഴ്ത്തട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? പലപ്പോഴും ഈ വാക്യം നമ്മൾ പറയുന്ന വാട്ട് ദെൻ ഷാൽ വി സേ ടു ദീസ് തിങ്സ് ഇഫ് ഗാഡ് ബി ഫോർ us, who can be against us? ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പറയുന്ന ഒരു കാര്യമാണ്, കർത്താവ്, നമ്മളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആമേൻ. പക്ഷേ അവിടെ ഒരു വലിയ ചോദ്യം വരുന്നത്, ദൈവം എനിക്ക് അനുകൂലമാണോ എന്ന്. ആമേൻ. പലപ്പോഴും നാം അതിനെക്കുറിച്ച് ആമേൻ ചിന്തിക്കാറില്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് നാം പലപ്പോഴും പറയും. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് നാം പറയും. പക്ഷേ ആ ദൈവം നമുക്ക് അനുകൂലമാണോ എന്ന ഒരു ചോദ്യം ആമേൻ നമ്മുടെ മുൻപിൽ, ആമേൻ, പൗലോസ് ഇവിടെ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആമേൻ. ദൈവം നമുക്ക് അനുകൂലം ആണോ എന്ന്.
ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ എന്ന് ചോദിക്കുന്ന ഈ പത്രോസ്, ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും ഇതൊരു സെൻറ്റിമെൻ്റലായ ഒരു വാക്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. ദൈവം നമ്മുടെ അനുകൂലമാണ്, ആമേൻ, എന്ന് പലപ്പോഴും നമ്മളെ ഒന്ന് ബലപ്പെടുത്തുവാനും നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യുവാനൊക്കെ, ആമേൻ, ഒക്കെ നമ്മളിത് പറയും. പക്ഷേ ഇതിൻ്റെ ആത്മീയമായ അർത്ഥം ഇല്ലെങ്കിൽ തിയോളജിക്കലായി ഇതിനെ നോക്കിയാൽ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ഇത് നമുക്ക് പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലം ആയതുകൊണ്ട് നമ്മെ അവൻ വീണ്ടെടുത്തു എന്നുള്ളതാണ്. ആമേൻ. ഇതൊരു വാഗ്ദത്തമായും നാം പലപ്പോഴും ഇതിനെ എടുക്കാറും ഉണ്ട്. ആമേൻ. പക്ഷേ ഈ വെറും വാഗ്ദത്തത്തിൽ ഈ വാക്യം ഒതുങ്ങാതെ, ആമേൻ, പലപ്പോഴും നമ്മുടെ എമോഷനുകളിലും, ആമേൻ, ഇല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതിക നന്മകളിലും, നമുക്ക് ലഭിച്ചിരിക്കുന്ന പേരും പ്രശസ്തിയിലും, ആമേൻ, ഈ ടെമ്പററി, ഈ താൽക്കാലികമായ ഒരു ജയത്തിലാണ് നമ്മൾ പലപ്പോഴും ഈ വാക്യത്തെ എടുത്തുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര് എന്ന് നാം ദൈവത്തിനെ ചുരുക്കി, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ ചുരുക്കി നാം ചിന്തിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ആർക്കൊക്കെ അനുകൂലമാണ് എന്ന് നമുക്ക് ഈ പകലിൽ ചിന്തിക്കാം. ആമേൻ. അതാണ് വളരെ അത്യാവശ്യമായ ഒരു കാര്യം. ആമേൻ. ദൈവം എനിക്ക് അനുകൂലം ആണ് എന്ന് നാം ചിന്തിക്കുന്നതിനെക്കാട്ടിലും ദൈവം ആർക്കൊക്കെ അനുകൂലമാണ് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വായിക്കാം. ആമേൻ. അതേ റോമാലേഖനത്തിൻ്റെ ഇതേ 8-1 വാക്യത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം ആർക്കാണ്, ആമേൻ, അനുകൂലമെന്നാൽ ക്രിസ്തുവിലുള്ളവർക്ക് ദൈവം അനുകൂലമാണ്. ആമേൻ. ആ വാക്യം ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് ഇപ്പോൾ ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരെന്നുള്ളത്, ആമേൻ, നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യമായിട്ടാണ് നമുക്ക് ചിന്തിക്കുന്നത്. ആമേൻ. എപ്പോഴും നമ്മെ കുറ്റപ്പെടുത്തുന്ന ഒരു പിശാചുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ ദൗത്യം ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി സദാസമയം പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവാണ്, ആമേൻ, നമ്മുടെ കർത്താവ്. പിശാച് നമ്മെക്കുറിച്ച്, ആമേൻ, ദൈവസന്നിധിയിൽ പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമാണ്. അതാണ് അവിടുത്തെ വാക്യത്തിൻ്റെ, ആമേൻ, ആത്മീകമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് അനുകൂലമായാൽ, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് നമുക്ക് ശത്രു ആരെന്ന് പറയുമ്പോൾ പിശാച് നമുക്ക് എന്ത് ശത്രുത്വമായി ദൈവത്തെ സന്നിധിയിൽ പറഞ്ഞാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, പിശാച് നമ്മെ ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ലെന്ന് ഒരു വലിയ സത്യമാണ്. ആമേൻ, ആമേൻ. അതെ, അവിടെ വരുമ്പോൾ ആദ്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്രിസ്തുവിലുള്ളവർക്ക് ദൈവം അനുകൂലമാണ്. അതാണ് നമ്മൾ റോമാലേഖനം 8-1 വായിച്ചത്. ആമേൻ. എന്തുവാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ആമേൻ, ഈ ഒരു വലിയ വിടുതൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരെന്ന് ചോദിക്കുന്നത് ദൈവം നമ്മെ വീണ്ടെടുത്ത ഒരു വീണ്ടെടുപ്പാണ്. അതാണ് ഈ റോമാലേഖനത്തിൻ്റെ 8-1 വാക്യം പറയുന്നത്. ആമേൻ, ക്രിസ്തുവിലുള്ളവർക്ക്, ആമേൻ, യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, സിൻസ് ഹി ഹാസ് റിഡീംഡ് us, there is no condemnation for us. ആമേൻ. അപ്പോൾ ദൈവം ആർക്കാണ് അനുകൂലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ളവർ. ആരാണ് ക്രിസ്തുവിലുള്ളവർ? ദൈവം വീണ്ടെടുത്തവരാണ്. ആമേൻ. ക്രിസ്തുവിലുള്ളവർ, ദൈവം വീണ്ടെടുത്തവർ ക്രിസ്തുവിലുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. ആമേൻ, ഹല്ലേലൂയ. അതാണ് വളരെ അത്യാവശ്യമായ ഒരു കാര്യം. ആമേൻ. നാം ഒരിക്കലും നമുക്ക് ശിക്ഷാവിധിയില്ല എന്ന ഒരു ഉറപ്പ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതേ റോമാലേഖനം 5-10 വാക്യം ഒന്ന് വായിക്കാവോ? റോമാലേഖനം 5:10. ആമേൻ. നാം തന്നെ നേരത്തെ ദൈവത്തിൻ്റെ ശത്രുവായിരുന്നു. ആമേൻ. വായിച്ചാട്ടെ 5:10. ആമേൻ, ആമേൻ. നിങ്ങളത് ഒരു കാര്യം ഓർത്തോണം. ആമേൻ. നാം നേരത്തെ പിശാചിനോടൊപ്പം ചേർന്നുകൊണ്ട് പാപത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, നാം എന്ത് ചെയ്തു? പാപത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പിശാചിനോടൊപ്പമായിരുന്നു. ദൈവം നമ്മുടെ ശത്രുവായിരുന്നു. ഇപ്പോൾ നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, ആമേൻ, എപ്പോഴാണ് ദൈവം നമ്മെ വീണ്ടെടുത്തേ? ആമേൻ. ആ വാക്യം ഒരിക്കൽ കൂടി വായിച്ചാട്ടെ.
നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്തു. ക്രിസ്തുവിൻ്റെ വെളിയിൽ നമുക്ക് ഒരിക്കലും സ്വർഗീയ കൃപ ലഭിക്കത്തില്ല. നമുക്ക് സ്വർഗീയ കൃപ ലഭിച്ചത് തന്നെ ക്രിസ്തുവാണ് കൃപ അല്ലേ? അങ്ങനെ നമുക്ക് പറയാമല്ലോ, ക്രൈസ്റ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഗ്രേസ്. പിതാവ് നമുക്ക് നൽകിയ ഒരു വലിയ കൃപയാണ് യേശു. കാരണം യേശുവിൽ കൂടാണ് നാം എന്ത് പ്രാപിച്ചത്? രക്ഷ പ്രാപിച്ചത്. അപ്പോൾ ആ രക്ഷ പ്രാപിച്ചത് കൊണ്ടാണ് നാം ഈ കർത്താവിൻ്റെ ആരായത്? മക്കളായത്. അങ്ങനെ കർത്താവിൻ്റെ മക്കളായത് കൊണ്ട് നാം ക്രിസ്തുവിലായത് കൊണ്ട് നമുക്കെന്തില്ല? ഒരു ശിക്ഷാവിധിയില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കണം, എപ്പോഴാ? നാം ശത്രുക്കളായിരുന്നപ്പോൾ. അപ്പോൾ ക്രിസ്തുവിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് ആരെതിര് എന്ന് ചോദിച്ചാൽ നേരത്തെ നമുക്കോടൊപ്പം കൂടെ ഇരുന്ന പിശാചാണ് നാം ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എതിര് നിൽക്കുന്നത്. പക്ഷേ അവർക്ക് നമ്മെ ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഫസ്റ്റ് തിങ്, ക്രിസ്തു എനിക്ക് അനുകൂലമാണോ? ദൈവം എനിക്ക് അനുകൂലമാണോ? എന്താ, ഞാൻ ചർച്ചിൽ പോകുന്നത് കൊണ്ടാണോ ക്രിസ്തു എനിക്ക് അനുകൂലം? ഇല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്നത് കൊണ്ടാണോ ക്രിസ്തു എനിക്ക് അനുകൂലം? ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ ക്രിസ്തു എനിക്ക് അനുകൂലം? അല്ല, ക്രിസ്തു എനിക്ക് അനുകൂലം എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലുള്ളത് കൊണ്ടാണ് ദൈവം എനിക്ക് അനുകൂലം. സിൻസ് ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഗോഡ് ഈസ് ഫേവറിങ് മീ. ആമേൻ. അതാണ് അത്യാവശ്യമായ കാര്യം. ആമേൻ. അപ്പോൾ ക്രിസ്തുവിൽ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ എന്തുവാണ് അതിൻ്റെ ലക്ഷണം? ഇത് പകലിൽ തിരുമേശയുടെ പോകുന്നതിൻ്റെ മുൻപിൽ നമ്മൾ തന്നെത്താൻ ശോധന ചെയ്യണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിലാണ് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം പാപത്തിൽ നിന്ന് മാനസാന്തരം, അല്ലെങ്കിൽ പാപം ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വാസം. 3, വിശുദ്ധിയെക്കുറിച്ച് ഒരു ആഗ്രഹം, ഡിസയർ ഫോർ ഹോളിനെസ്. 4, ദൈവവചനത്തോടുള്ള ആ ഒരു സീൽ എന്ന് പറയാൻ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആർത്തി. ജീവിതത്തിൽ രൂപാന്തരം. ക്രിസ്തുവിലുള്ള മനുഷ്യന് ഉള്ള ലക്ഷണങ്ങളാണ് ഈ കാര്യം. എവിഡൻസ് ഓഫ് ബീയിങ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് ഉള്ള, അല്ലെങ്കിൽ പാപത്തോട് ഒരു വെറുപ്പ്, അല്ലെങ്കിൽ അതിൽ നിന്ന് മാനസാന്തരപ്പെടുക, യേശുവിൽ വിശ്വസിക്കുക, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുക, കാംക്ഷിക്കുക, ദൈവവചനത്തോട് ഉള്ള സ്നേഹം. 5, ജീവിതത്തിൽ രൂപാന്തരം. ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ അവനിൽ ഈ ലക്ഷണം അറിയും. ഇന്ന് പകലിൽ ഈ ലക്ഷണത്തിൽ എവിടെയെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ നാം ക്രിസ്തുവിൽ ഇല്ല എന്നുള്ളതാണ് പ്രാരംഭം. എവിടെയെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, കൃപാലുവായ ദൈവത്തിനോട് അടുത്ത് വന്ന് ഏത് സമയം ധൈര്യത്തോടെ കൃപാസന്നിധിയിൽ കടന്നു വരുവീൻ എന്ന് പറഞ്ഞ് ദൈവത്തോട് അടുത്ത് വന്ന് ഇന്ന് പകലിൽ ഹല്ലേലൂയ അവനോട് നിരപ്പ് പ്രാപിച്ചാൽ അവൻ ഇത് നമ്മളെ മടക്കിത്തരും. 2, നമ്മൾ ആദ്യം പറഞ്ഞത് ക്രിസ്തു ഹല്ലേലൂയ ഒരു ദൈവം ആർക്കാണ് അനുകൂലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ളവർക്ക് അനുകൂലം. 2, അതേ റോമാലേഖനത്തിൽ തന്നെ ഉണ്ട്, ക്രിസ്തു ആർക്കാണ് അനുഗ്രഹം? തന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ അനുകൂലം. ഗോഡ് ഈസ് ഫോർ ദോസ് ഹു ലവ് ഹിം. റോമാലേഖനം 8:28 വായിച്ചാട്ട്. ഇപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിന് മുകളിലുള്ള വാക്യമാണ്. റോമാലേഖനം 8:28.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദ ഓൺലി കണ്ടീഷൻ ഇസ് ടു ദം ഹു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം, ഗോഡ് ഈസ് ലവ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൻ്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ നാം പാപത്തിലിരിക്കെ ദൈവം പാപമായ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മെ വിടുവിച്ചത്. പക്ഷേ ഇന്നത്തെ പകലിലെ ചോദ്യം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല, നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. അപ്പം ദൈവം ആർക്കാണ് അനുകൂലം? ക്രിസ്തുവിൽ ഉള്ളവർക്ക് അനുകൂലം. 2, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ അനുകൂലമാണ്. എന്തുവാണ് ഈ ക്രിസ്തീയ സ്നേഹം? ക്രിസ്തീയ സ്നേഹം അഗാപ്പെ സ്നേഹമാണ്. ഇവിടെ ഹല്ലേലൂയ, ഇത് മൂലഭാഷയിൽ ഈ 8:28 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപ്പെ സ്നേഹമാണ്. അപ്പോൾ ദൈവത്തെ ഹല്ലേലൂയ, കർത്താവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം നമുക്കറിയാം. അവൻ 14:15 എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കും. അപ്പോൾ ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്ന വ്യക്തി എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ, ഫസ്റ്റ് ഹി വിൽ ഒബേ. അവൻ അനുസരണമുള്ളവനായിരിക്കും. 2, റെവറൻസ് ഉള്ളവനായിരിക്കും. റെവറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവഭയം, ദൈവഭക്തി. ഹല്ലേലൂയ, ദൈവത്തെ ഭയപ്പെടുന്ന ഭയം, ദൈവത്തെ ഭക്തി ഒക്കെ ഉള്ളവൻ. ഹി വിൽ ഹാവ് ദ റെവറൻസ്. ഹല്ലേലൂയ. 3, അവൻ ദൈവസന്നിധിയിൽ സന്തോഷിക്കും. ഹി വിൽ ഡിലൈറ്റ് ഇൻ ഗോഡ്സ് പ്രസൻസ്. 4 വളരെ അത്യാവശ്യം. പാപത്തെ വെറുക്കും. ഹി വിൽ ഹേറ്റ് ദ സിൻ. 5, നീതിക്ക് വേണ്ടി ആഗ്രഹിക്കും. ഹി വിൽ ലോങ് ഫോർ റൈച്ചസ്നെസ്. സ്നേഹം വാക്കുകൊണ്ടല്ല, പൂർണ്ണ സമർപ്പണം കൊണ്ടാണ് തെളിയിക്കുന്നത്. ലവ് ഇസ് പ്രൂവൻ നോട്ട് ബൈ വേർഡ്സ് ബട്ട് ബൈ സബ്മിഷൻ. പക്ഷേ വളരെ വിഷമിക്കുന്ന ഒരു സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തെക്കാട്ടിലും നാം പലപ്പോഴും ദൈവത്തിൻ്റെ ഗിഫ്റ്റ് അല്ലെങ്കിൽ കൃപകളാണ് നാം അധികം ആഗ്രഹിക്കുന്നത്. സം ലവ് ബ്ലെസ്സിങ്, അനുഗ്രഹത്തെ നാം ആഗ്രഹിക്കുന്നു. സം ലവ് പ്രോസ്പെറിറ്റി. ഹല്ലേലൂയ. ഏതാ? ഈ ഭൂമിയിൽ ഭൗതിക നന്മകളെ ആഗ്രഹിക്കുന്നു. ചിലർ ഇൻഫ്ലുവൻസ്, എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അധികാരങ്ങൾ, ചിലരെ അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. ആരും വിശുദ്ധിയോ പ്രാർത്ഥനയോ പൂർണ്ണ സമർപ്പണത്തെയോ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എ ഹാർട്ട് ദാറ്റ് ട്രൂലി ലവ്സ് ഗോഡ് increasingly desires conformity with Christ. ദൈവത്തെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ വാസ്തവമായ ഹൃദയം ദൈവത്തോട് ചേർന്ന് പോകുവാൻ, അവനോടൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കും. അപ്പോൾ 1, ദൈവം തന്നെ സ്നേഹിക്കുന്നവർ, ക്രിസ്തുവിലുള്ളവർക്കായി ദൈവം അനുകൂലം നിൽക്കുന്നു. 2, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അനുകൂലം നിൽക്കുന്നു. 3, ആത്മാവാൽ നടത്തപ്പെടുന്നവർക്ക് ദൈവം അനുകൂലം നിൽക്കുന്നു. ഗോഡ് ഈസ് ഫോർ ദോസ് ഹു ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവ് കൊണ്ട് നടത്തുന്നവർക്ക് ദൈവം അനുകൂലം നിൽക്കുന്നു. റോമാലേഖനം 8:14 ഒന്ന് വായിച്ചാവോ? റോമാലേഖനം 8:14. 8:14. ദൈവ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മളോട് ആരോടും ചോദിച്ചാൽ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും വളരെ സന്തോഷമായിട്ട് പറയും നമ്മളെല്ലാം ദൈവമക്കളാണ്. അത് പറയാൻ നമുക്ക് യാതൊരു ലജ്ജയും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ചോദ്യം, ദൈവ ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ മാത്രമേ ദൈവത്തിൻ്റെ മക്കളാകൂ എന്ന് ദൈവവചനം എഴുതി വച്ചിരിക്കുക.
പക്ഷെ നമുക്കതൊന്നുമല്ല വിഷയം. നമ്മൾ വീണ്ടും ജനിച്ചു, അവൻ പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അവൻ ആരാധന കൂടുന്നു, അവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു, അവൻ ഒരിടപ്പ് ചിലപ്പം പ്രബോധിക്കും, ചിലപ്പം ഇവൻ പ്രസംഗിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തപ്പെടാത്ത ഒരു വ്യക്തി ദൈവമകനല്ല, ദൈവത്തിൻ്റെ മകളല്ല. അതാണ് അവിടെ വളരെ കൃത്യം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം ആർക്കാണ് അനുകൂലം? ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ളവർക്ക് ദൈവം അനുകൂലം. ഹല്ലേലൂയ. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അനുകൂലം. 3, ആമേൻ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവനെ ദൈവം അനുകൂലം. ആമേൻ. പരിശുദ്ധാത്മാവ്, ആമേൻ, ഹല്ലേലൂയ, ഒരു ഫീലിംഗ് അല്ല. ആരാധനയിൽ പാട്ടുകൾ വേഗത്തിൽ പാടി കൈയടിച്ച് പാടിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ഒരു എന്ത് പറയാനാ, ഒരു ഫീലിംഗ് അല്ല പരിശുദ്ധാത്മാവ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്ത് കൊണ്ടുവരും? ശുദ്ധീകരണം കൊണ്ടുവരും. ഹി പ്രൊഡ്യൂസസ് സാങ്ക്ടിഫിക്കേഷൻ. പാപം, ആമേൻ, ഹല്ലേലൂയ, ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് തൊടുന്നെങ്കിൽ അവൻ ചെയ്യുന്ന പാപമാണ് അവനെ ആദ്യം കുത്തുന്നത്. Holy Spirit convicts. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മെ ഉണർത്തുന്നത് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നെങ്കിൽ അവൻ ഒരിക്കലും പാപം ചെയ്യുവാൻ സാധ്യതയില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റും കുറ്റുകളും വന്നു പോകാനുള്ള കാരണം നാം ആത്മാവിനാൽ നടത്തപ്പെടുന്നില്ല. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, വളരെ വിഷമത്തോടൊരു കാര്യം പറയട്ടെ, ആത്മാവിനാൽ നടത്തപ്പെടാത്തവൻ ദൈവത്തിൻ്റെ പുത്രനല്ല. ദൈവത്തിൻ്റെ പുത്രനല്ലാത്തവന് ദൈവം അനുകൂലം നിൽക്കുന്നില്ല. ദൈവം അനുകൂലം നിൽക്കാത്തവൻ, ആമേൻ, ഹല്ലേലൂയ, അവന് ശത്രു അവനെ തകർത്ത് കളയും. പലപ്പോഴും ശത്രു നമ്മെ തകർത്ത് കളയുവാനുള്ള ഏക കാര്യം, ആമേൻ, ഹല്ലേലൂയ, എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ, നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നില്ല. പലപ്പോഴും മാനുഷികമായ കാര്യങ്ങൾ നമ്മെ, ആമേൻ, എന്ത് ചെയ്യുകയാണ്? നമ്മെ, ആമേൻ, ഹല്ലേലൂയ, ഞെരുക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, മനുഷ്യൻ്റെ ആത്മാവിനെ നാം നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഒരുവരെ, ആമേൻ, ഹല്ലേലൂയ, അവനിൽ, ആമേൻ, വസിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ റൂൾ ചെയ്യുമ്പോൾ, പാവമെന്ന് കേൾക്കുമ്പോൾ അവന് സഹിക്കാൻ പറ്റത്തില്ല. വിശുദ്ധിയാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പലപ്പോഴും താൻ പാപിയാണ്, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പാവമാണെന്ന്, ഇല്ലെങ്കിൽ ഞാൻ എന്തേലും ഒരു ചെറിയ ഒരു കാര്യം വന്നാലും ഉടനെ അവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. കൺവിക്ഷൻസ് ബിക്കം ഫ്രീക്വൻറ്റ്. പ്രയർ ബിക്കംസ് വൈറ്റൽ. പ്രാർത്ഥന അവന് കൂടും. യേശു വിലയേറിയപ്പെട്ടവൻ. ലോകത്തിലുള്ള എന്തിനേക്കാട്ടിലും ക്രൈസ്റ്റ് ബിക്കംസ് പ്രഷ്യസ്. എപ്പോഴാ? ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ. അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പ്രഷ്യസ് ആയിട്ട് തോന്നും. ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ഈ ദൈവവചനത്തിനാൽ, കാരണം ദൈവ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ്. സോ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇറ്റ് വിൽ ലീഡ് ഹിം ത്രൂ ദ വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നടത്തും. 2, വിശുദ്ധിയിൽ കൂടെ നടത്തും. 3, പാപത്തിൽ നിന്ന്, ആമേൻ, ഹല്ലേലൂയ, പാപത്തിൽ നിന്ന് അവനെ വഴിമാറ്റി നടത്തും. ഹി വിൽ ലീഡ് ഹിം അവേ ഫ്രം സിൻ. അവസാനം ക്രിസ്തുവിലേക്ക് നടത്തും, ഇല്ലെങ്കിൽ ടുവേർഡ്സ് ക്രൈസ്റ്റ് ലൈക്ക്നെസ്. ക്രിസ്തുവിനെ പോലാകാൻ എന്നെ നടത്തും. അതാ പരിശുദ്ധാത്മാവിൻ്റെ നടത്തൽ. A person continually resisting conviction while living comfortable in disobedience cannot claim the confidentiality that God is for them. എത്ര പല പ്രാവശ്യം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചിട്ടും
അതിനെ വകവെക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നവന് ദൈവം അനുകൂലം നിൽക്കത്തില്ല. പകലിൽ ഏകദേശം ഒരു 6:30 മണിയായപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു വാക്യമായത്. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമെന്ന് ചുമ്മാതെ പേര് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അനുകൂലമെങ്കിൽ നാം ക്രിസ്തുവിലുള്ളവരായിരിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും, നമ്മെ ആത്മാവ് നടത്തുന്നതായിരിക്കും. 4 ആമേൻ ഹല്ലേലൂയ. റോമാലേഖനം അതേ 8:29 ആമേൻ ഹല്ലേലൂയ. God is for those being confirmed to Christ. 8:29 വാക്യം വായിക്കണം. ആർക്കാണ്? ആമേൻ. Yes. He has predestined to become like the image of his son. യേശുവിനെ പോലെ ആകുന്നവരെ, ഇല്ലെങ്കിൽ യേശുവിനെ പോലെ ആകുവാൻ ശ്രമിക്കുന്നവരെ, അങ്ങനെയുള്ളവർക്ക് അവൻ അനുകൂലം. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല ശ്രമിക്കുന്നത്. നമ്മൾ ആ വ്യക്തിയെ പോലെ ആകണം, ഈ വ്യക്തിയെ പോലെ ആകണം, ആ വ്യക്തിയെ പോലെ പ്രസംഗിക്കണം, ഈ വ്യക്തിയെ പോലെ പാട്ട് പാടണം, ഈ വ്യക്തിയെ പോലെ ആരാധിക്കണം എന്നാണ്. പക്ഷെ ദൈവത്തെ പോലെ ആഗ്രഹമാകണം. ആമേൻ. He wants us to be confirmed to Christ. നമ്മെ വലിയവനാക്കുകയല്ല. അപ്പം നിങ്ങൾ സുവിശേഷം മീറ്റിങ്ങിൽ പോയാൽ നമുക്ക് വരുന്ന പ്രവചനങ്ങളെ ശ്രദ്ധിച്ചാലും ആമേൻ എല്ലാം ഈ മെറ്റീരിയലിസ്റ്റിക്കാണ്. We are also interested in materials. God is not interested in making us successful. He is interested in making us like Jesus. യേശുവിനെ പോലെ ആക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ വലിയൊരു ധനവാനായോ സമ്പന്നനായോ ആക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്. കിട്ടിയാലുണ്ട്, കിട്ടിയില്ലെങ്കില്ല. യോബ് പറഞ്ഞതുപോലെ അവൻ തന്നു, അവൻ എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വം. പക്ഷെ വിഷയം അതല്ല. വിഷയം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവിനെ പോലാകുന്നത്. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ ഈ വാക്യം എഴുതിയ പൗലോസ് ആമേൻ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് പ്രതികൂലം ആരെന്ന് ചോദിച്ചപ്പോൾ ആമേൻ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ ആമേൻ അറിയാൻ പറ്റും. ആമേൻ ക്രിസ്തുവിനെ നമ്മളെ അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തിനാ പരീക്ഷ നമുക്ക് തരുന്നതെന്ന്. ആമേൻ എന്തുകൊണ്ടാണ് പരീക്ഷ തരുന്നത്? ആമേൻ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ്സ് വരും. ആമേൻ ചില കാര്യങ്ങളിൽ ഡിലേ ഉണ്ടാകും. ആമേൻ ചില ഞെരുക്കങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. എന്തിനാ? നമ്മെ ക്രിസ്തുവിനെ പോലാക്കുവാനാ. അത് നമ്മെ നശിപ്പിച്ച് കളയുവാനല്ല, മറിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാനാണ്. ആമേൻ. ഈ യേശുവിനോടൊപ്പം അനുരൂപം ആകുക എന്ന വാക്യം ഗ്രീക്കിൽ ഉപയോഗിച്ച വാക്യം സിമോർഫോസ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ദ സെയിം ഫോം, അതേ സെയിം രൂപം, അതേ രൂപമാകാൻ. God shapes the believers in the likeness of Christ. ദൈവം വിശ്വാസിയെ ഇല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ അതേ രൂപത്തിൽ കൊണ്ടുവരിക. എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത്? ഇൻ ഹ്യൂമിലിറ്റി, താഴ്മയിൽ. ആമേൻ. ഇൻ ഒബീഡിയൻസ്. ആമേൻ. ഇതിലാ അനുസരണത്തിൽ. ഇൻ ഹോളിനെസ്, വിശുദ്ധിയിൽ. എൻഡ്യൂറൻസ്, സഹിക്കുന്നതിൽ.
അവസാനം സ്നേഹത്തിൽ. ഡേഞ്ചറസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് വന്നിരിക്കുന്ന ഒരു വലിയ ഹല്ലേലൂയ ഭയാനകമായ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഹല്ലേലൂയ മെനി ഇന്ററപ്റ്റ് ഡിവൈൻ ഫേവർ എക്സ്ക്ലൂസീവ്ലി ത്രൂ മെറ്റീരിയലിസ്റ്റ് ബ്ലെസ്സിങ്. എല്ലാവരും അനേകർ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതിക നന്മയിൽ കൂടാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയെ പറയുന്നത്. പക്ഷേ നിങ്ങൾ വേദപുസ്തകം എടുത്തു വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ കൃപ ലഭിച്ച വ്യക്തികളെ എല്ലാം നിങ്ങൾ നോക്കിക്കോ. യോസേപ്പ് ഹല്ലേലൂയ കാരാഗ്രഹത്തിലായി. ഹല്ലേലൂയ ദാനിയേല് നാടുകടത്തപ്പെട്ടു. പൗലോസ് അടിക്കപ്പെട്ടു. ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു. അതാണ് വലിയത്. താൽക്കാലികമായി നാം അനുഭവിക്കുന്ന ഉപദ്രവം ദൈവം നമുക്ക് വിരോധമാണെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. Temporary suffering does not mean God is against us. Sometimes suffering is a very instrument that proving God is for us. പലപ്പോഴും നാം കടന്നു പോകുന്ന പ്രശ്നവും പ്രയാസവും ദൈവം നമുക്ക് അനുകൂലമാണെന്നുള്ളതിന് തെളിവാണ്. ആമേൻ. അതുകൊണ്ടാണ് ഹല്ലേലൂയ എബ്രായ ലേഖനം 12:6 ഒന്ന് വായിക്കാവോ? എബ്രായ ലേഖനം 12:6. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ എന്ത് ചെയ്യുന്നെന്ന്? ശിക്ഷിക്കുന്നു. യെസ്. For whom the Lord loveth he chasteneth. ദൈവം താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കും. Not to kill but to refine. Not to destroy but to refine. നശിപ്പിച്ച് കളയുവാനല്ല, ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്. പലപ്പോഴും ലോകത്തിൻ്റെ ഹല്ലേലൂയ നമുക്കെല്ലാം അറിയേണ്ടത് നമ്മുടെ ഭാവി എന്താകും, നമ്മൾ എന്തുവാകും, നമ്മൾ അതാകുമോ ഇതാകുമോ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി 1 വർഷം ഞാൻ എന്ത് ചെയ്യണം, 2 വർഷം എന്ത് ചെയ്യണം, 3 വർഷം എന്ത് ചെയ്യണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ഭാവി നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. Our future is safe in God's hand. But we don't want to know what we are going to become in Christ. ക്രിസ്തുവിൽ നാം ആരാകാൻ പോകുവാണെന്ന് നമുക്ക് ചിന്തിപ്പാൻ നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമുക്കറിയേണ്ടതെല്ലാം ഈ ലോകത്തിൽ എന്താകണം, ഈ ലോകത്തിൽ എനിക്ക് എന്ത് ഉയർച്ച വരും, ഇനി ഞാൻ എന്താകുമെന്ന. പക്ഷേ ഇവിടെ കർത്താവ് പറഞ്ഞു ക്രിസ്തുവിനെ പോലാകണം. പക്ഷെ ക്രിസ്തുവിനെ പോലാകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ മോഹമോ ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ചില്ല. ഞാൻ ക്രിസ്തുവിൽ ആരാകുമെന്ന ഒരു ഹല്ലേലൂയ എപ്പോഴും ഒരു ആഗ്രഹം തന്നെ ഭരിക്കും. Are we having that zeal whom I am going to become in Christ? പലപ്പോഴും നിങ്ങൾ നോക്കിക്കോ, വിശ്വാസിയായാലും കൊള്ളാം, പാസ്റ്റർ ആയാലും കൊള്ളാം, ഈ ലോകത്തിൽ ഞാൻ ആരാകും, ഇല്ലെങ്കിൽ ഒരു സഭ കിട്ടിയാൽ ആ സഭയിൽ ഞാൻ ആരാകും, ഇല്ലെങ്കിൽ ഒരു സ്ഥാനം ലഭിച്ചാൽ ആ സ്ഥാനത്തിൽ ഞാൻ എങ്ങനെ ഉയരും, ഇല്ലെങ്കിൽ അവിടുന്ന് അടുത്തതിലേക്ക് ഉയരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അത് ലൂസിഫറിന്റെ ചിന്തയാ. ഞാൻ എൻ്റെ സിംഹാസനത്തെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിലെത്തും. അവനെ കൊയർ ലീഡർ ആക്കിയപ്പോൾ അവൻ അവിടുന്ന് അതിൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറണമെന്നാണ്. പക്ഷെ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ അവിടുന്ന് എങ്ങനെ താഴണം. ഹൗ ക്യാൻ ഐ ഹ്യൂമിലേറ്റ്. പത്രോസിനോട് ഹല്ലേലൂയ തിരുമേശയിൽ അന്ന് പെസഹ ആചരിക്കുന്നതിന് മുമ്പിൽ പത്രോസ് പറയുക, കർത്താവേ നീ എൻ്റെ കാല് കഴുകരുത്. ഉടനെ കർത്താവ് പറയുക, ഞാൻ നിൻ്റെ കാല് കഴുകുന്നില്ലെങ്കിൽ എനിക്കും നിനക്കും പങ്കില്ല എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഡോണ്ട് ഹ്യൂമിലേറ്റ്, ഇഫ് ഐ ഡോണ്ട് ഹംബിൾ മൈസെൽഫ്, if I don't humble myself in front of you, then I have no part with you. ലോകത്തിൽ ആരാകുമെന്നല്ല, ലോകത്തിൽ എങ്ങനായി തീരുമെന്നല്ല, ദൈവം നമ്മെ വിളിച്ചത് ക്രിസ്തുവിൽ ആരാകണമെന്നാണ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം എല്ലാം അങ്ങനെയാ. ഇതെഴുതിയ പൗലോസും അങ്ങനെയാ. നമ്മൾ ഈ വാക്യം എടുത്തിട്ട് മറിച്ചും തെറിച്ചും ആൾക്കാരെ ഉലുക്കി പെറിച്ച്
അവരെ പ്രസംഗിച്ച് ആമേൻ ദൈവം നമുക്ക് അനുകൂലമായി നമുക്കെല്ലാം ലഭിക്കുമെന്ന് ആമേൻ തെറ്റിദ്ധാരണ വരുത്തുക. നോ, ഇറ്റ് ഡസൻറ്റ് ടോക്സ് അബൌട്ട് ദ മെറ്റീരിയലിസ്റ്റിക് സ്റ്റഫ്. ഇത് സ്വർഗത്തിലെ ആമേൻ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയപ്പെട്ട ഒരു വാക്കാണ്. 5, ദൈവം ആർക്കാണ് അനുകൂലം? God is for those who persevere in faith. അതേ റോമാലേഖനം 8 ആമേൻ ഹല്ലേലൂയ ആ വാക്യം നമ്മൾ വായിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർതിരിക്കും? How can we preserve? How can we persevere in faith? ചോദിക്കുക, പൗലോസ് ചോദിക്കുക. 31 ക്രിസ്തു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് 35 വന്നേച്ച് പറയുക ഏതാ? അപ്പം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ എനിക്ക് കഷ്ടതയില്ലേ? ആമേൻ അല്ലേ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആമേൻ എന്തില്ല? വാക്യം ഇടാവോ? 35. ആമേൻ ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? അവിടെ അതൊന്നും ഇറ്റ്സ് നോട്ട് ഏതെന്നല്ല. നിങ്ങൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹൂ, വിച്ചല്ല അല്ലേ? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏത് എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുമെന്ന് ചോദിക്കുന്നില്ല. ആരാ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏതാ? കഷ്ടതയോ എന്ന് പറഞ്ഞാൽ കഷ്ടതയോ എന്ന് ചോദിച്ചാൽ കഷ്ടത കൊണ്ടുവരുന്ന വ്യക്തിയോ, സങ്കടമോ, സങ്കടം കൊണ്ടുവരുന്ന വ്യക്തിയോ, ഇല്ലെങ്കിൽ സങ്കടം കൊണ്ടുവരുന്ന സാഹചര്യമോ, ഇല്ലെങ്കിൽ സങ്കടം കൊണ്ട് എനിക്ക് ലഭിച്ച നഷ്ടം നിമിത്തം എനിക്ക് വന്ന സങ്കടമോ അവിടെ നിൽക്കുന്നില്ല. അടുത്തത് എന്താ? ഉപദ്രവമോ എന്ന് പറഞ്ഞാൽ എന്നെ ഉപദ്രവിക്കുന്ന വ്യക്തിയോ. അതുകൊണ്ടാണ് അവിടുത്തെ വലിയ ചോദ്യം ഹൂ, ഏതെന്നല്ല. അവിടെ നിൽക്കുന്നോ? ഇല്ല. പട്ടിണിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഹാരം വാങ്ങിക്കുവാൻ എനിക്ക് കാശില്ലാതെ പോകുന്ന എനിക്ക് പണം തരുന്ന വ്യക്തിയോ, അല്ലെങ്കിൽ എനിക്ക് ശമ്പളം തരുന്ന കമ്പനിയോ. അടുത്ത എവിടാ? ആമേൻ അല്ലെ? നഗ്നതയോ, എന്നെ നഗ്നതനാക്കുന്ന യേശുവിനെ ആമേൻ ഹല്ലേലൂയ ട്രിബുലേഷൻ ആമേൻ ഹല്ലേലൂയ ഏതാ? നമ്മെ ആമേൻ കഷ്ടതയോ ആമേൻ യേശുവിനെ 3 കോടതി മാറി മാറി വിസ്താരം ചെയ്തു. He was trialed. അതെല്ലാം വ്യക്തിപരമായി ആൾക്കാർ. അതുകൊണ്ടാണ് അവിടെ പൗലോസ് പരിശുദ്ധാത്മാവിൽ കൂടെ ആമേൻ ഈ വാക്യം അവിടെ എഴുതുമ്പോൾ ഏതൊക്കെയെന്ന് ചോദിക്കാതെ ആരെന്ന് ചോദിച്ചേച്ച് ഇതൊക്കെ ലിസ്റ്റ് ചെയ്ത് ആമേൻ ഹല്ലേലൂയ. അടുത്തത് ഏതാ? ആമേൻ ആപത്തോ, ഇല്ലെങ്കിൽ വാളോ, ഇല്ലെങ്കിൽ ആപത്ത് കൊണ്ടുവരുന്ന വ്യക്തിയോ, ഇല്ലെങ്കിൽ ആപത്ത് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളോ, ഇല്ലെങ്കിൽ വാള് കൊണ്ടുവരുന്ന വ്യക്തിയോ. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ലാസ്റ്റ് ചോദ്യം വാളെന്ന് അവൻ ലാസ്റ്റ് വാള് തീർത്തപ്പോൾ അവൻ്റെ ജീവിതം വാള് കൊണ്ട് അവസാനിക്കപ്പെട്ടു. പക്ഷേ അവൻ പൗലോസ് നേരത്തെ എഴുതിയിരിക്കുക, ഞാൻ അനുഭവിച്ച കഷ്ടത, ഞാൻ കടന്നുപോയ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ആമേൻ ഹല്ലേലൂയ, നഗ്നതകൾ, പട്ടിണികൾ, ആമേൻ ഹല്ലേലൂയ, ഞാൻ കടന്നുപോയ നിന്ന, ആമേൻ ഞാൻ കടന്നുപോയ അപായം, ആമേൻ എൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന ആ വാള്, ഇത് ഒന്നിനും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ പറ്റിയില്ല. യെസ്, അതാണ് അവിടെ ചോദിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ കർത്താവ് എന്തിനാണ് ഇതിൽ കൂടെ എന്നെ കടത്തിവിടുന്നത് എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ, ഞാൻ ആമേൻ ഹല്ലേലൂയ ക്രിസ്തു വിശ്വാസത്തിൽ തികഞ്ഞവനായി വരുവാൻ. യെസ്, അതാ പെർസെവറൻസ് ആൻഡ് ഫെയ്ത്ത്.
എന്നെ ആമേൻ ക്രിസ്തുവിൽ വിശ്വാസത്തിൽ തികഞ്ഞു വരുവാൻ എന്നെ കഷ്ടതയിൽ കൂടെ, എന്നെ ആമേൻ അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ കൂടെ ആമേൻ എനിക്ക് ആമേൻ ഡിലേ തന്ന് അല്ല എൻ്റെ കാര്യങ്ങളിൽ നിന്ന് താമസം വരുത്തി ആമേൻ ഹല്ലേലൂയ എനിക്ക് ആമേൻ എതിരുകളെ തന്ന് എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞവനായി മാറ്റുന്നു. ആമേൻ പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നില്ല കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ആമേൻ അതേ 8:38-39 വാക്യം ഒന്ന് വായിക്കാവോ? ആമേൻ ഹല്ലേലൂയ. ദാറ്റ്സ് എ സെക്യൂരിറ്റി ഓഫ് എ ബിലീവർ. ആമേൻ ഹല്ലേലൂയ. ഒരു വിശ്വാസിക്കുള്ള ആമേൻ ഹല്ലേലൂയ ഒരു രക്ഷ എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ ഏതാ? ആമേൻ. യെസ്. ഉയരത്തിലുള്ളതായാലും കൊള്ളാം, അത് ആഴത്തിലുള്ളതായിരുന്നാലും കൊള്ളാം, ഈ ലോകത്തിലുള്ള ഏത് സൃഷ്ടിയായാലും കൊള്ളാം, അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേർതിരിക്കാൻ പറ്റത്തില്ല. യെസ്, അതാണ് നമ്മുടെ സുരക്ഷിതം. ഒരു വിശ്വാസിയുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാ. അടുത്തത് എന്തോ അതിലുണ്ടല്ലോ ഇനിയും 38-39 ഉണ്ടല്ലോ. 38 വായിക്കാവോ? 38. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, യെസ്, ആർക്ക് നമ്മെ വേർപിരിക്കാൻ പറ്റും? See how closely we are knitted with God's love. ദൈവത്തിൻ്റെ സ്നേഹവുമായി നമ്മെ എത്ര മുറുകെ വെച്ചിരിക്കുക. ആമേൻ ഹല്ലേലൂയ. പൗലോസ് വയ്ക്കുക ആമേൻ കഷ്ടതയോ പട്ടിണിയോ പ്രയാസമോ മാറ്റുമോ അത് പോട്ടെ, അതെല്ലാം ഓരോ സാഹചര്യങ്ങളാണ്. ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എനിക്ക് വരുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ എനിക്ക് വരുന്ന മരണമോ, ഏതാ? This assurance belongs to those who truly belong to Christ. ആമേൻ. ഇത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ വാസ്തവമായി ദൈവത്തിലോട് അല്ലെങ്കിൽ ദൈവത്തിന് സ്വന്തമായവർക്കാണ്. ദൈവത്തിന് സ്വന്തം എന്ന് പറഞ്ഞാൽ ആരാ? അവൻ ഇനി പാട്ടിൽ പാടുന്നത് പോലെ ഇനി ഞാനല്ല, ഇനി ക്രിസ്തു അത്രേ എന്ന് പാടുന്നവരല്ല, ജീവിതത്തിൽ ജീവിക്കുന്നവർക്കാ. Those who dwell in Christ, those who live in Christ, those who love God, those who are led by the Holy Spirit, those who are conformed to Christ, and last, those who persevere in faith. പറയാൻ പറ്റുമോ? കർത്താവേ, ഞാൻ തിരുമേശയുടെ മുൻപിൽ നിൽക്കുക. കർത്താവേ, പലപ്പോഴും ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു മനുഷ്യനെ പോലെ പോലും എനിക്കാകുവാൻ പറ്റുന്നില്ലല്ലോ. ഒരു നല്ല മനുഷ്യനാകുവാൻ ശ്രമിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല കർത്താവേ. പലപ്പോഴും പാപം എന്നെ ആമേൻ ഹല്ലേലൂയ എൻ്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ആമേൻ ഹല്ലേലൂയ എന്നെ വളരുവാൻ പറ്റാതെ എന്നെ അത് മുരടിപ്പിച്ച് കളയുന്നു. ലോകത്തിൻ്റെ സാമ്പത്തിക നന്മകൾ എന്നെ തകർത്ത് കളയുന്നു. God have mercy on me. പകലിൽ കർത്താവേ എന്നോട് കൃപ തോന്നണമേ. കർത്താവേ എന്നോട് കൃപ തോന്നണമേ. എത്ര പേർക്ക് പറയുവാൻ പറ്റും? Lord have mercy upon me. സ്വർഗസ്ഥനായ നല്ല ദൈവമേ, കേട്ട ദൈവിക വചനത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ ഞങ്ങൾക്ക് പ്രതികൂലം ആരാണെന്ന വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിച്ചു.
ഞങ്ങൾക്ക് ദൈവം അനുകൂലമാണോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പറ്റിയില്ല. ഇന്ന് പകലിൽ കർത്താവേ, ഞങ്ങൾ ക്രിസ്തുവിലാണോ? ഞങ്ങൾ വാസ്തവമായി നിന്നെ സ്നേഹിക്കുന്നവരാണോ? ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണോ? അല്ലെങ്കിൽ നിന്നോട് അനുരൂപമായവരാണോ? പകലിൽ ഈ വാക്കുകൾ മുൻപായി ഞങ്ങൾ നിന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് സ്തോത്രം. ഇത് കേൾക്കുന്ന ആർക്കും, ഈ വചനം സംസാരിക്കുന്ന അടിയനും ഇത് ശിക്ഷാവിധിയായി തീരുവാനിടയാക്കരുത്. ഇത് ഞങ്ങളെ ആത്മീയമായി ബലപ്പെടുത്തി നിനക്ക് വേണ്ടി ഇനിയും അനേകം ഓടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ താഴ്ത്തട്ടെ, യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ പിതാവേ.